ഹലോ, നമ്മളിന്ന് ഒരു യാത്ര പോവാണ് കേട്ടോ. നമ്മുടെ റിച്ചസ്റ്റ് ടെമ്പിളായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും രാവിലെ ഇറങ്ങി. ഞങ്ങളുടെ ബ്രദേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത്. ഒരു 9 മണിയൊക്കെ ആയി കേട്ടോ നമ്മൾ ട്രിവാൻഡ്രം എത്തിയപ്പോഴത്തേനും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു. സോ ആളുടെ വീട്ടിൽ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടുന്ന് റെഡി ആയിട്ടാണ് നമ്മൾ ടെമ്പിളിലേക്ക് പോകുന്നത്. ഞാൻ അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ഫ്രണ്ടിൻ്റെ ഒരു മാരേജിന് വേണ്ടി ട്രിവാൻഡ്രം വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ട്രിവാൻഡ്രം സിറ്റി കാണാൻ കുറച്ച് എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉച്ചയ്ക്ക് ആവാനായി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിയിലേക്ക് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെയിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഈ ടെമ്പിളിലേക്ക് കയറുമ്പോൾ തന്നെ 2 സൈഡിൽ നിറച്ചും വഴി കച്ചവടക്കാരാണ്. ഡ്രസ്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ ആയിട്ട് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടെമ്പിളിനകത്ത് ഇവർ ഫോണ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാനായിട്ട് നമ്മളെ സമ്മതിക്കില്ല. നമുക്ക് അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ടെമ്പിളിനകത്ത് കയറിയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ടെമ്പിളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ട്സൈഡ് നിന്നിട്ടാണ് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തത്. നമ്മൾ ടെമ്പിളിൽ നിന്നൊക്കെ ഇറങ്ങി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബ്രദർ ആൻഡ് സിദ്ധുവിനെ നിങ്ങൾ ഓൾറെഡി എപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ സെക്കൻഡ് ബ്രദർ. നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി കുറച്ച് നേരം അത് കൂടെ നടക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൊന്മുടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു 4 മണിയൊക്കെ കഴിഞ്ഞു പൊന്മുടിയിലേക്ക് എത്തിയപ്പം. അപ്പോൾ വൈകുന്നേരം ആവുന്നതേ ഉള്ളത് കൊണ്ട് മഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാർ, വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ഒക്കെ നമുക്ക് വരാൻ പറ്റിയ ഒരു പ്ലേസാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ട്രിവാൻഡ്രത്തെ സ്പെഷ്യൽ പായസവും ബോളി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് നമ്മളവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇരുട്ടൊക്കെ ആവാറായപ്പോഴത്തേന് നമ്മൾ തിരിച്ചിറങ്ങി. ഇതുവരെ വരാത്തവർക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഈ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ. നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഒരു കുട്ടി കുരങ്ങും അമ്മയും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു കുരങ്ങ് ഓടി വന്നു. അപ്പോൾ അതിൻ്റെ അപ്പം കുരങ്ങാൻ തോന്നുന്നു. ഓടി വന്നിട്ട് നമ്മളോട് എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നമ്മളെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. കുട്ടി കുരങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ വന്നാന്ന് വിചാരിച്ചിട്ട് നോക്കിയതാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇതിനെ നോക്കി വണ്ടി എടുത്തപ്പോഴത്തേനും നമ്മുടെ പുറകെ കുറച്ച് നേരം ഓടി വരികയൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം സൈഡിൽ ഫുള്ളും ഇതുപോലെ കുറേ കുരങ്ങന്മാരാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് പിന്നെ കൊച്ചിയിലേക്ക് വന്നപ്പോഴത്തേനും നമ്മൾ വെളുപ്പിന് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനുമാണ് കേട്ടോ നമ്മൾ കൊച്ചിയിലേക്ക് എത്തിയത്. അവിടെ വന്നപ്പോൾ ഇവിടെ നല്ല മഴയും എല്ലാമായിരുന്നു. പിന്നെ അന്ന് നേരെ കയറി കിടന്നുറങ്ങിയപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.